കോടതിയിൽ വിശ്വാസമുണ്ട്. നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന എല്ലാ അന്വേഷണവുമായി സഹകരിക്കും എന്നാണ് MLA പറയുന്നത്. മുഴുവൻ നുണകളുടെയും മേമ്പടിയോട് കൂടി സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളോട് ശക്തമായ വ്യാജ പ്രചാരണം നടത്തുന്നു. തെരുവിൽ IC ബാലകൃഷ്ണൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിന്താശക്തി നശിച്ചു പോയിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ തെരുവിൽ അണിനിരത്തുന്നു. അതിനുശേഷം ഈ ഒരു കേസിൻ്റെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തികച്ചും കളവായി ഒരു പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീടാണ് സർക്കാരിൻ്റെ എല്ലാ മെഷീനറികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആഴ്ചയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് IC ബാലകൃഷ്ണനെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. കോടതി സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഒരു ഘട്ടത്തിൽ കേസ് അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നയിക്കുകയും, നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്നത് ദെയർ എൻഡ്സ് ദ ഇൻവെസ്റ്റിഗേഷൻ. എവിടെയാണ് കൃത്യമായ ചില സൂചനകൾ ഈ കേസ് സംബന്ധിച്ച് പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് ആ ഏജൻസിയെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു ഹീനകൃത്യമാണെന്ന് കോടതിയിൽ തകർന്നടിഞ്ഞിട്ടുള്ളത്. ഉപാധികൾ അസംബ്ലി സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് IC ബാലകൃഷ്ണൻ MLA സൗകര്യപ്രദമായ സമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ച ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി ഉപാധി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ പ്രധാനമായി വാദം ഉന്നയിച്ചിട്ടുള്ളത് IC ബാലകൃഷ്ണൻ MLA ഈ കേസിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമില്ല. ശ്രീ NM വിജയൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട്. എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IC ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത്. തീർച്ചയായും അന്തിമ വിജയത്തിൻ്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് നിലനിൽക്കുന്നതല്ല. അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇല്ല, പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിനെ കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, ചോദ്യം ചെയ്യൽ ഞങ്ങൾ വിധേയനാവും. ഒരു സംശയമില്ല കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് 100% സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഈ സംഭവം വന്നപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ എന്താണ് എല്ലാവരും വയനാട് ജില്ലയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്? IC ബാലകൃഷ്ണൻ MLA വയനാട് ജില്ലയിൽ നിന്ന് മാറിയതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം അസംബ്ലിയിൽ പോയിട്ടുണ്ടല്ലോ. നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. IC ബാലകൃഷ്ണൻ MLA അഭിഭാഷകൻ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കേസ് റദ്ദാക്കുന്നതിലേക്ക് അടക്കം അടുത്ത ഘട്ടം അതായിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക് 3 കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കമൽ